Thank you, friends, for watching. Thank you for joining. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയങ്ങളുമായിട്ട് അയച്ച വിഷയമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ബൈബിൾ മാത്രം എന്ന ഒരു വാദം, അതുമായിട്ട് കുറെ കാലം ആളുകളെ പറ്റിച്ചു നടന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ചില ചെറുപ്പക്കാർ ഗ്ലോറിയസ് ഗോസ്പലിനെ പ്രതിരോധിക്കുവാൻ, പെന്തക്കോസ്തിനെ രക്ഷിക്കുവാൻ ഒക്കെ ഇപ്പൊ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതില് ചില ആളുകളുടെ പേരുകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാവരുടെ പേരുകൾ ഓർക്കുന്നില്ല. ബാംഗ്ലൂര് ഒരു കോളേജിൽ ജോലിയുള്ള ഒരു അജു, ഈ ജോലിയുള്ള അജു എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത്, അദ്ദേഹം എനിക്ക് മിക്കവാറും ഇങ്ങനെ വിത്തൗട്ട് എനി ഫെയിൽ ഒരു ക്ലിപ്തമായ ഇന്റർവെല്ലുകളിൽ എനിക്ക് ജോലിയില്ല, വരുമാനമില്ലെന്ന് എനിക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്വന്തമായ ജോലിയുണ്ട്, വരുമാനം, ഇതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു തമാശയാണ്. അപ്പൊ ഐ അക്നോളജ് ഇറ്റ് ആൻഡ് ഐ ഹോണർ ഇറ്റ്. സോ ബാംഗ്ലൂർ ഒരു കോളേജിലെ ക്ലർക്കായി ജോലിയുള്ള അജു, പിന്നെ അതൊരു കല്ലുമട സാമ്, അങ്ങനെയൊക്കെയുള്ള കുറെ ആളുകളാണ് ഞാൻ ഈ DP കാണുന്നതാണ്. അപ്പൊ അവരിപ്പം ഗ്ലോറിയസ് ഗോസ്പലിനെ ഉപരോധിക്കാനും പെന്തക്കോസ്തിനെ പ്രതിരോധിക്കാനും ഒക്കെ ആയി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അപ്പോ അവർക്ക് ബൈബിൾ മതിയാകാതെ വരുന്നു. ബൈബിൾ ഈസ് നോട്ട് ഇനഫ് എന്നവർ കണ്ടെത്തി. അപ്പോൾ അവരെന്ത്, ബൈബിളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാം എന്ന് ഉത്തമഗീതത്തിലൊക്കെ പറയുന്നതല്ലേ. ഇവര് സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങി ബൈബിളൊക്കെ വിട്ടു. ബൈബിൾ ഈസ് നോട്ട് ഇനഫ് എന്നവർ പരസ്പരം പറഞ്ഞു, സമ്മതിച്ചു. ഇപ്പോ സഭാപിതാക്കന്മാരെ, സൂനഹദോസുകളെ ഒക്കെയാണ് ഉദ്ധരിക്കുക. അപ്പൊ അതേ തുടർന്ന് അവര് ഈ കഴിഞ്ഞ ദിവസമൊക്കെ വളരെ വിപുലമായ തോതിൽ ക്ലബ് ഹൗസില് പ്രചരണമൊക്കെ സംഘടിപ്പിച്ചു. നമ്മുടെ പക്ഷത്തിൽ നിന്നുള്ളവരെ ആരെയും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, അവരെ പ്രവേശിപ്പിക്കുകയില്ല. പെന്തക്കോസ്ത് ഉപദേശം ശരിയാണെന്ന് തെളിയിച്ചാൽ അവർക്ക് നമ്മൾ ഇനാം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് 8.5 ലക്ഷം രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ ദൈവം ആരാണെന്ന് കൃത്യമായി തെളിയിക്കുന്ന വ്യക്തിക്ക് 8.5 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 100 വർഷമായി അപ്പോസ്തോലിക കൂട്ടായ്മകളിൽ പെട്ടിട്ടുള്ള ആളുകളുടെ ഭവനങ്ങളിൽ കയറിയും തെരുവോരങ്ങളിൽ നിന്നും ശ്ലൈഹിക വിശ്വാസത്തെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ള പെന്തക്കോസ്തുകാർ തങ്ങളുടെ ദൈവം ആരാണ് എന്ന് കേട്ട ചോദ്യത്തിന്റെ മുമ്പിൽ വിറളി പിടിച്ചു നടപ്പാണ്. അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചുരമാന്തലുകളുടെ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഇടുന്നത്. അപ്പോൾ അവര് ചില ഗ്രീക്ക് പദങ്ങൾ, സഭാപിതാക്കന്മാരുടെ പേരുകൾ, ഇതൊക്കെ ഉദ്ധരിക്കുക. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ അവര് നടത്തുന്ന തെറ്റിദ്ധാരണാജനകമായ ചില പ്രചാരങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത് ട്രൂ ഗോസ്പൽ ആണ്. പ്രസന്റിങ് ഗോസ്പൽ ആസ് എ ഗുഡ് ന്യൂസ്, അതാണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രഖ്യാപിത നയം. സുവിശേഷത്തെ ഒരു നല്ല വർത്തമാനമായി അവതരിപ്പിക്കുക. സുവിശേഷത്തിന്റെ അർത്ഥം ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ്, വാട്ട് ഇസ് ദ ന്യൂസ്? ഇസ് ഇറ്റ് ഗുഡ് ഫോർ യു? നീ നല്ലവണ്ണം ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ദൈവം നിന്നെ നരകത്തിൽ തള്ളിയിടും. ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ന്യൂസ്, ദാറ്റ് ഇസ് എ ഹൊറിബിൾ ന്യൂസ്, അല്ലേ? ഭീഷണിയ അല്ലെങ്കിൽ ഒരു ടെററാണ് സമ്മാനിക്കുന്നത്. കേൾവിക്കാരിൽ ഒരു സംഭ്രമാത്മകമായ ഒരു അവസ്ഥ കൊണ്ടുവരികയാണ്.
വാട്ട് ഈസ് ഗുഡ് ന്യൂസ്? അത് ലോകത്തുള്ള എല്ലാ മതങ്ങളും പറയുന്നത് നല്ലവരെ ജീവിച്ചാൽ നല്ലതാണ്, നിനക്ക് മോക്ഷം കിട്ടും, അല്ലെ സ്വർഗരാജ്യം കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടും, ഇത് കിട്ടും. അപ്പൊ നല്ലവണ്ണം ജീവിക്കുക. ഈ നല്ലവണ്ണം എന്നത് ആ മതങ്ങൾ ചില രേഖകൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഗുഡ് ന്യൂസ് എന്താണ്? ഗുഡ് ന്യൂസിനെ ഗുഡ് ന്യൂസ് ആയിട്ട് അവതരിപ്പിക്കുക. പ്രസന്റിങ് ഗോസ്പൽ ആസ് എ ഗുഡ് ന്യൂസ്, അതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം. അപ്പൊ അതേക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു പദം, ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്ന ഒന്ന്. ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടിട്ടുള്ളവർക്കറിയാം, അപ്പോകറ്റാസ്റ്റാസിസ് എന്ന ഒരു പദമാണ്. അതൊരു യമന ഭാഷയിലെ പദപ്രയോഗമാണ്. ഈ അപ്പോകറ്റാസ്റ്റാസിസ് എന്ന ദൈവശാസ്ത്ര നിലപാട് ആദിമ നൂറ്റാണ്ടിൽ പലയിടത്തും വിമർശിക്കപ്പെടുകയും നിരാകരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ എന്താണ്? കേവലം അപ്പോകറ്റാസ്റ്റാസിസ് അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അവതരിപ്പിക്കുന്നത്, മറിച്ച് പാട്രിസ്റ്റിക് അപ്പോകറ്റാസ്റ്റാസിസ് എന്നുള്ള ദൈവശാസ്ത്ര നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്രിസ്റ്റിക്സ് ആണ് പിതാക്കന്മാരുടെ രചനകളിലൂടെയും സഭയുടെ പാരമ്പര്യങ്ങളിലൂടെയും സഭയുടെ ലിറ്റർജിയിലൂടെയും അതിന്റെ ആരാധനാക്രമങ്ങളിലും അനുഷ്ഠാനങ്ങളിലും. അപ്പൊ ആളുകളെ നമ്മൾ എൻകറേജ് ചെയ്യുന്നത് എന്തിനാണ്? ദൈവത്തിന്റെ സ്നേഹത്തെ കാണുവാൻ, ദൈവത്തിന്റെ കരുണയെ കാണുവാൻ, ദൈവത്തിന്റെ മനസ്സലിവിനെ കാണുവാൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നത്, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. മനസ്സിലായോ? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ only the mercy of God can lead someone into repentance. Nothing else can lead one person to repentance. God's goodness leads people to repentance. Only God's repentance can do that. ദൈവത്തിന്റെ ദയയ്ക്ക് മാത്രമാണ് മനുഷ്യന് മാനസാന്തരം കൊടുക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ദയയെ കാണുമ്പോൾ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം റെഫറൻസ് ആളുകൾ മെസ്സേജ് ചോദിക്കുന്നു. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ഗുഡ്നെസ് ഓഫ് ഗോഡ് leads you to repentance. No wrath of God. ദൈവത്തിന്റെ കോപമല്ല. No threat of hell. നരകത്തെ കുറിച്ചുള്ള ഭീഷണിയല്ല. അതൊന്നും ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കില്ല. ദൈവത്തിന്റെ സ്നേഹം, അമേസിംഗ് ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ മഹാസ്നേഹത്തെ, ഇത് അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ്. ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് ഉരുവായിട്ടുള്ളത്. ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്, ഇത് സംസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്, ഈ പ്രപഞ്ചം പരിപാലിപ്പിക്കപ്പെടുന്നത്, ഈ പ്രപഞ്ചം പൂർത്തീകരിക്കപ്പെടുന്നത് the divine love. ഡിവൈൻ ലവ്, സ്വർഗീയ സ്നേഹം. സുറിയാനി സഭയുടെ പിതാവായിരുന്ന നിനുവയിലെ ഈസാക്ക് എന്ന സഭാപിതാവ്, സുറിയാനി സഭയുടെ അഭിമാനമായിരിക്കുന്ന ഈസാക്ക് പിതാവ് പറയുന്നത്, the divine love is absolute, unconditional, unmerited, gratuitous, extravagant and prodigal. ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തെ അദ്ദേഹം വരച്ചു കാണിക്കുക.
ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ ഏറ്റക്കുറിച്ചിലുകളില്ല, വലിപ്പച്ചെറുപ്പമില്ല. ദൈവസ്നേഹത്തിന് മുൻപെഞ്ചിലിരിക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലായോ? ദൈവസ്നേഹത്തിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ മുൻബെഞ്ചുകാരനും പിൻബെഞ്ചുകാരനുമില്ല. പാപിക്കും പുണ്യവാനെന്ന് നമ്മൾ കരുതുന്നവനും ദൈവസ്നേഹം ഒരേ തീവ്രതയോടെ, ഒരേ തെളിമയോടെ, ഒരേ ആവേഗത്തോടെ, ഒരേ ശക്തിയിൽ, ഒരേ ആവൃത്തിയിൽ, ഒരേ പ്രവേഗത്തിൽ ദൈവസ്നേഹം പ്രവഹിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ല. നിനിവേയിലെ ഈസാക്ക് പിതാവിന്റെ വിചാര ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന നല്ലതാ സുറിയാനിക്കാർ. ഇന്ന് കുറച്ചു മുമ്പേ പ്രാർത്ഥനാ യോഗം ഉണ്ടായിരുന്നു. ബിന്നി പി ജോൺ അസാമാന്യമായ ഒരു പ്രസംഗം നടത്തി, വളരെ നല്ലൊരു പ്രസംഗം. കല്ലെറിയാൻ കൊണ്ടുവന്ന ആ സ്ത്രീയെ യേശു കർത്താവ് മോചിപ്പിക്കുന്നതിനെ കുറിച്ച്. എനിക്ക് ബൈബിളിൽ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ജോൺ 8. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് അവലംബിച്ചൊരു പാട്ടുമൊക്കെ എഴുതിയിട്ടുണ്ട്. കല്ലെറിയാൻ ഉയർത്തുന്ന കരങ്ങളെ യേശു കർത്താവ് അമർത്തിക്കളയുന്നതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴേക്കും കണ്ടംപററി ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ഇപ്പൊ ഒരു പുതിയ വിഷയം വന്നിട്ടുണ്ട്. പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പെന്തക്കോസുകാർ എന്തൊരു തോൽവിയാണെന്ന് ഓർക്കണം. ഇപ്പൊ ഈ പെന്തക്കോസിലെ കുറെ ചെറുപ്പക്കാര് എനിക്കെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. എന്നെ ഇവിടെ പെന്തക്കോസ് സഭയിൽ നിന്ന് പുറത്താക്കിയെന്നാ പറയുന്നത്. മനസ്സിലായോ? അവകാശപ്പെടുക, പുറത്താക്കി. അപ്പൊ അതിന്റെ കാരണം വെച്ചാൽ ഞാൻ ആരെയോ ബക്കറ്റ് വെച്ച് അടിച്ചു, അതിനാണ് പുറത്താക്കി. നല്ലൊരു ആർഗ്യുമെന്റ്. സഭയുടെ നടത്തിപ്പുകാരൻ വന്നിട്ട് പറഞ്ഞു, ഉപദേശപരമായിട്ടുള്ള ഞങ്ങളുടെ ഭിന്നത കൊണ്ട് പുറത്താക്കിയെന്ന്. പക്ഷെ ആ സഭയിൽ, ഇവരുടെ സഭയിൽ ഞാൻ ചെല്ലുന്നത് നിർത്തിക്കഴിഞ്ഞ് അനൗൺസ് ചെയ്ത് ഞായറാഴ്ച കേട്ടവരെല്ലാം പറഞ്ഞു, ശിവ പാസ്റ്റർ ഇനി ഈ നമ്മുടെ സഭയിലേക്ക് വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അത് മോശമാണെന്ന് ഞാൻ വളരെ പ്രഖ്യാപിച്ചു. അപ്പൊ അതൊരു ആക്സിഡന്റൽ ആൻഡ് ആകസ്മികമായിട്ടൊരു ദുരന്തമുണ്ടായി. അങ്ങനെ എന്നെ പുതിയതായിട്ട് കഥകൾ ഫ്രെയിം ചെയ്യും. എന്റെ മാറ്റം ഗ്രാജുവലായിരുന്നു. അല്ല ഒറ്റയടിക്ക് ഞാൻ പെന്തക്കോസിൽ ചാടിപ്പോന്നാൽ. ഞാൻ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇവരിങ്ങനെ ഒരു കാരണം കൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്നല്ലോ നമ്മുടെ യുവ സഹോദരന്മാർ. ഇവന്മാർക്ക് ബുദ്ധി എന്ന് പറയുന്നില്ല. ഇപ്പൊ ഒരു കളി കളിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു ഇന്റലിജൻസ് യൂസ് ചെയ്യണ്ടേ. എന്തൊരു തോൽവിയാന്ന് ഓർക്കണം. അപ്പൊ ഇവര് തന്നെ ഇന്നിപ്പോ എനിക്കൊരു സാധനം അയച്ചു തന്നിരിക്കുകയാണ്. ഈ ഒരു തെറിയൻ പാസ്റ്ററുണ്ട്, പിന്നെ പുള്ളിയാണ് എനിക്കത് അയച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ് നിലമ്പോരെന്ന് പറഞ്ഞു. ഞാനത് കാണിക്കാം. ഇത് ഇത്ര തോൽവിയാണല്ലോ, ഞാനതൊക്കെ മറന്നിരുന്നതാ. ഇപ്പൊ കണ്ടോ, നമ്മുടെ കൈ കൊണ്ട് തെളിവ് കൊണ്ടുതരും. ഇത് നോക്ക്. ശുഭ പീഡിയക്കലിന്റെ തനിനിറം വെളിപ്പെട്ടു. 2012 ഒരു പത്രമാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് കാണാം, 2012. ശുഭ പീഡിയക്കലിന്റെ തനിനിറം. മണ്ണാട് സ്വദേശിയും ഇങ്ങനെ കൊടുത്തിരിക്കുക. താഴെ വന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദൈവശാസ്ത്ര ഉപദേശം യാക്കോബായ സഭയുടേതാണെന്നത്രേ ശുഭ പറയുന്നതിന്റെ രത്ന ചുരുക്കം. കർത്തൃമേശ, സ്നാനം, പരിശുദ്ധാത്മാവ് എന്നീ വിഷയങ്ങളിൽ ഏറ്റവും ശരിയായ ഉപദേശം പഠിപ്പിക്കുന്നത് യാക്കോബായ സഭയാണെന്ന് മാത്രമല്ല, ബൈബിളിലെ 66 പുസ്തകങ്ങൾ ക്രോഡീകരിച്ചതും യാക്കോബായ സഭയാണ്. ഇങ്ങനെയൊക്കെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ശിബുവിനുണ്ട്. പക്ഷേ പെന്തക്കോസുകാരനാണെന്ന ഭാവത്തിൽ പെന്തക്കോസ് സഭകളിൽ വന്ന് ഇത്തരം സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചാൽ ഡിഫൻഡറിന് എതിർക്കേണ്ടത് വരും. ഇപ്പോഴെങ്കിലും തനിനിറം വെളിപ്പെട്ടുള്ളൂ. ഇതെന്ന 2012 തെളിവ് പെന്തക്കോസുകാരാണ് കൊണ്ടുവരുന്നത്. അതായത് 2012 ഞാൻ പറഞ്ഞിരുന്നു സുറിയാനി സഭയുടെ ഉപദേശം ശരിയെന്ന്. പെന്തക്കോസിനകത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് 25 കൊല്ലം എടുത്ത് 25. 2012 തൊട്ട് ഞാനിത് പെന്തക്കോസിനകത്ത് നിന്ന് പ്രസംഗിച്ചു. മനസ്സിലായോ? പിന്നെ 6 വർഷം അവിടെ പ്രസംഗിച്ചിട്ടാണ് 2018 ആകുമ്പോഴേക്കും
ഞാനത് ലീവ് ചെയ്തു. അപ്പൊ 6 വർഷം തുടർച്ചയായി ഞാൻ ഈ ആശയം അവിടെ പ്രചരിച്ചു പറഞ്ഞു. അതിനോടകമാണ് നമ്മുടെ സാഖാപ്രഥമൻ പാത്രിക് ബാവ കാലം ചെയ്ത സമയത്ത് ഞാൻ ഒരു അനുസ്മരണ കുറിപ്പ് ഫേസ്ബുക്കിൽ എഴുതി. അതിനെ നമ്മുടെ കൊല്ലത്ത് നിന്ന് വനിതാ പോലീസുകാരിയുടെ ഇറച്ചിക്ക് വില ചോദിച്ച പാസ്റ്ററൊക്കെ വന്നിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്താൽ. ഇതെല്ലാം നടന്നാ നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലൂടെ പുറകോട്ട് പോകും. ഞാൻ മാറിയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വ്യക്തമായ ബോധ്യത്തോടുകൂടെ ചില നാളുകളെടുത്ത് ഞാനിതിനെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും അതിലൂടെ കലഹിച്ചും ഞാൻ ഈ ആശയങ്ങൾ ഉയർത്തിയും. എന്തിനാണ് ഞാൻ ഈ ആശയങ്ങൾ ഉയർത്തിയത്? ഇതിന് കൗണ്ടർ പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കാൻ. പെന്റക്കോസ്റ്റിൽ നിന്നുകൊണ്ട് ഞാനിത് സംസാരിച്ചു, എന്നെ തിരുത്തുവാനോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പെന്റക്കോസ്റ്റിൽ ആർക്കും ഇതിന്, കാരണം ഞാൻ അതിനകത്ത് നിന്ന് പറഞ്ഞിട്ട് ആർക്കും ഉത്തരവില്ല. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി എന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇനാം പ്രഖ്യാപിച്ചിരിക്കുക 8.5 ലക്ഷം രൂപ. കാരണം 10 ലക്ഷം രൂപ വെക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ ഞങ്ങൾ റേസ് ചെയ്ത ഫണ്ട് ഇപ്പൊ 8.5 ആയിട്ടുള്ളൂ. അതുകൊണ്ട് 8.5 ലക്ഷം രൂപ കൊടുക്കും. പെന്തക്കോസ്റ്റിലെ ദൈവം ആരാണെന്ന് ആരെങ്കിലും പെന്തക്കോസ്തുകാരൻ വന്ന് തെളിയിച്ചാൽ അവന് 8.5 ലക്ഷം രൂപ കൊടുക്കും. ഇതാണ് സ്ഥിതി. അപ്പൊ ഇവര് വന്നിട്ട് ഇങ്ങനെയുള്ള ഈ പ്രചരണങ്ങൾ. അപ്പൊ ഇപ്പൊ ഇവരെ ഈ പറഞ്ഞ ഈ പെന്തക്കോസ്റ്റിലെ ചെറുപ്പക്കാര് എവിടെയൊക്കെ ഗൂഗിൾ ചെയ്തൊക്കെ പോവാണ് പിതാക്കന്മാരെ പിടിക്കാൻ. ഇവര് പിതാക്കന്മാരെ പറ്റി അറിയണ ഗൂഗിൾ ചെയ്യേണ്ട ഒരു ഇതാണ്. ഗൂഗിൾ ചെയ്താലേ അവർക്ക് പിതാവാരാണെന്ന് അറിയാൻ. ഇവരൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ ഈ അപ്പോകറ്റാസ്റ്റാസിസ് എന്ന പദത്തെ കുറിച്ച്, പാട്രിസ്റ്റിക് അപ്പോകറ്റാസ്റ്റാസിസ് ആണ് നമ്മൾ പറയുന്നത്. സോ അതേക്കുറിച്ച് പറയുമ്പോ ഈ നിനിവേലെ ഐസക്കിന്റെ വിചാരധാരയിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നത് നല്ലതായിരിക്കും. സുറിയാനിക്കാർ താല്പര്യമുള്ള, എന്റെ പ്രസംഗം കേൾക്കുന്ന താല്പര്യമുള്ളവര് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഐ ക്യാൻ സജസ്റ്റ് യു എ ബുക്ക് ഫോർ ദാറ്റ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഈ പുസ്തകം നിങ്ങൾ മേടിച്ച് വായിച്ചാൽ നല്ലതായിരിക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ആമസോണിൽ പോയിട്ട് ദ സ്പിരിച്വൽ വേൾഡ് ഓഫ് ഐസക് ദ സിറിയൻ വോളിയം 170 ഇതാണ്. ദിസ് എ ഗുഡ് ബുക്ക്. ഇത് $30 ഉള്ളൂ. ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബുക്ക് വാങ്ങി വായിക്കാം. ബുക്കും ഇപ്പൊ എൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട്, $22 കിട്ടും. അത് വാങ്ങി വായിച്ച നല്ലൊരു റീഡിങ്. ഇനിയിപ്പം നിങ്ങൾക്ക് പൈസ മുടക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഞാൻ വേണം അതിൻ്റെ ഒരു PDF നിങ്ങൾക്ക് തരാം, വായിക്കാം കേട്ടോ. പൈസ ഇല്ലാത്തവർ മാത്രം ആവശ്യപ്പെട്ട അവർക്ക് തരാം. പൈസ ഉള്ളവർ മേടിച്ച് വായിക്കാം. ഹാർഡ് കോപ്പി ബുക്ക് മേടിച്ച് വായിക്കുന്നത് എപ്പോഴും നല്ലത്. PDF ഒന്നും വായിച്ച് വെറുതെ വഷളാകണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അപ്പോകറ്റാസ്റ്റാസിസ് എന്നതാണ്. അപ്പൊ ഇതാരാണ് പറഞ്ഞത്? ഞാൻ 2 പേരുകളാണ് ഉയർത്തുന്നത്. സഭാപിതാക്കന്മാർ അവരാണോ ഇവരാണ്? പരിശുദ്ധനായ പൗലൂസ് ലീഹായും പത്രോസ് ലീഹായും പറഞ്ഞു. പൗലൂസ് പത്രോസ് ലീഹന്മാരുടെ പഠിപ്പിക്കൽ. പത്രോസ് ലീഹ എന്താണ് പറഞ്ഞത്? പത്രോസ് ലീഹ പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കുമ്പോ ഇതാ ഇവിടെ നോക്കുക. അപ്പോകറ്റാസ്റ്റാസിസ്, ടോട്ടൽ റിസ്റ്ററേഷൻ. നമ്മളത് മലയാളത്തിൽ വായിക്കുമ്പം എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം, whom the heaven must receive until the time of restitution of all things, which God has spoken by the mouth of all his holy prophets since the world began. ലോകം ആരംഭിച്ചപ്പോൾ മുതൽ പ്രവാചകന്മാര്, ഈ മുഹമ്മദ് നബിയൊക്കെ പറയേണ്ട 1.5 ലക്ഷം പ്രവാചകന്മാരുണ്ടായിരുന്നു, നമുക്കറിയത്തില്ല. അപ്പൊ ഏതായാലും പ്രവാചകന്മാർ മുഖാന്തരം ദൈവം
പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 1:1 പറയുന്നത് ഭാഗികമായിട്ട്, അംശമായിട്ട്, വിവിധമായിട്ട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. അപ്പം ഇതിന്റെ മുഴുവൻ ഒരു ആകത്തുക, ആ കൾമിനേഷൻ പോയിന്റിലേക്ക് പ്രപഞ്ചം പോകുന്നു, മുഴുവൻ മനുഷ്യവർഗവും നീങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അൻറ്റിൽ ദെൻ, അതുവരെ പൗലോസ്ലീഹ പറയാണ് അതുവരെ, അല്ല പത്രോസ്ലീഹ പറയാണ് അതുവരെ. ഇനി പൗലോസ്ലീഹ പറയുന്നത് നമ്മൾ നോക്കുക. എഫേസ് ലേഖനം 1-ാം അധ്യായം, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായിട്ട് തന്നെ. That in the dispensation of the fullness of times he might gather together in one all things in Christ, all things in Christ, both which are in heaven and which are on earth, even in him. All things. ഒരു ധൂളി പോലും ഒഴിവാക്കാതെ all things will be restored. അപ്പൊ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. അപ്പോകറ്റാസ്റ്റാസിസ്, ടോട്ടൽ റിസ്റ്റോറേഷൻ. ദിസ് ഈസ് ഗുഡ് ന്യൂസ്, ദിസ് ഈസ് ഗ്ലാഡ് ന്യൂസ്. ഷുവർലി ദിസ് ഈസ് ഗുഡ് ന്യൂസ്. ഇതാണ് ആ ശുഭവാർത്ത. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. ഇസാക്ക് പിതാവ് ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തിൽ താൻ എഴുതുകയാണ്. What a compassionate kindness and abundant goodness belongs to the Creator. In love did he bring the world into existence. In love does he guide it during this tempered existence. In love is he going to bring it to that wondrous transformed state. And in love will the world will be swallowed up in the great mystery of him who has performed all these things. In love will the whole course of governance of creation be finally comprised. ഓരോ സുറിയാനിക്കാരനും ഇവിടെ അഭിമാനപൂരിതനായി നിൽക്കേണ്ട സമയമാണ്. സുറിയാനി സഭയുടെ ഒരു പിതാവാണ് ഇത്ര ഉദാത്തമായ, ഇത്ര ഉത്കൃഷ്ടമായ, ഇത്ര ഉന്നതമായ, ഇത്ര ആധുനികമായ ഒരു വീക്ഷണം. ദൈവസ്നേഹത്തിന്റെ ആ അന്തസത്ത ഉൾക്കൊണ്ട ഒരു പ്രപഞ്ച വീക്ഷണത്തെ ഈ പിതാവ് അവതരിപ്പിച്ചിരിക്കും. നമ്മുടെ ലിറ്റർജിയിൽ ഇതിന്റെ റിഫ്ലക്ഷൻസ് കാണാം. തന്റെ മനോഗുണത്താൽ ഭൂലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. ദൈവം ഏകനായിരുന്നു, ബോറടിച്ചിരുന്നു, എന്നാൽ ഒരു ഭൂമി ഉണ്ടാക്കിയേക്കാം. അങ്ങനെയല്ല, തന്റെ ഔട്ട് ഓഫ് ലവ്, സ്നേഹത്തിൽ നിന്ന്. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ശക്തി, ചൈതന്യം, ഊർജ സ്രോതസ് ദൈവത്തിന്റെ സ്നേഹമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈ പിതാവ് രേഖപ്പെടുത്തിയിരിക്കുക. സ്നേഹമാണ്, പവേർഡ് ബൈ ലവ്. പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങളും ദൈവസ്നേഹത്തിന്റെ ശക്തി സ്രോതസ്സിൽ നിന്നാണ്. പ്രപഞ്ചത്തിന്റെ ഓരോ സ്ഫുരണങ്ങളും ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനങ്ങളാണ്. വാട്ട് എ വണ്ടറസ് ലവ്! വിസ്മയനീയമായ സ്നേഹം. തന്റെ തിരുമേനിയുടെ അതിപൂജനീയമായ കഷ്ടപ്പാടുകളാൽ അതിനെ രക്ഷിച്ചു വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും, ഓൾ ഇൻക്ലൂസീവ്, ഉണ്ടായിട്ടുള്ള, വിശ്വസിച്ചു സ്നാനമേറ്റവരെ അഭിഷേകം ചെയ്ത് അവരെ തുള്ളിക്കുന്ന പരിശുദ്ധാത്മാവൊന്നും അല്ല സുറിയാനിക്കാരൻ്റെ കൂടെ ഇരിക്കുന്നത്. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണവും പരിപൂർണവുമാക്കി തികയ്ക്കുന്ന. So pointing towards that glorious day, the glorious day of total restoration. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുന്ന
അതിശയകരമായ ആ ദിവസത്തെ നോക്കി പാർക്കുക. എന്നിട്ട് പറയാം, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണവും പരിപൂർണവുമാക്കി തീർക്കുന്ന പരിശുദ്ധനായ ആ റൂഹ നമ്മോട് കൂടെ. ആ ത്രിയേക നടനത്തിന്റെ വശ്യമനോഹാരിതയെ വിവരിക്കുന്നതിനോടൊപ്പം ആ ത്രിയേക നടനത്തിലേക്ക് നമ്മെ സ്വീകരിക്കുന്ന ആ ദൈവസ്നേഹത്തെ ഘോഷിക്കുകയാണ്. എന്തൊരു അണ്ടർസ്റ്റാൻഡിങ്! ഏറ്റവും ആധുനിക ദൈവശാസ്ത്രം അല്ലെ സമകാലിക ദൈവശാസ്ത്രം, പിന്നെ കണ്ടംപററി തിയോളജി എന്ന് വേണേൽ പറയാം. അപ്പൊ ഈ കണ്ടംപററി തിയോളജി ഇറ്റ്സ് എ മോഡേൺ വേർഷൻ എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ നമ്മെ സംബന്ധിച്ചത് മോഡേൺ അല്ല. ദാറ്റ് ഈസ് പാട്രിസ്റ്റിക്, പൈതൃകമാണ്. സമകാലിക സുവിശേഷം എന്ന രീതിയിൽ രക്ഷപ്പെടാനുള്ള, അതായത് യുക്തിവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും റാഷണലിസ്റ്റുകളുടെയും ഫ്രീ തിങ്കേഴ്സിന്റെയും ഒക്കെ കടന്നാക്രമണത്തിൽ കടപുഴകി വീണ, അടിത്തറ ഇളകിപ്പോയ പാശ്ചാത്യ സുവിശേഷത്തിന്റെ ചില വക്താക്കൾ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ തട്ടിക്കൂട്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ചില തിയോളജിക്കൽ ജിമ്മിക്സ് ഉണ്ട്. യൂണിവേഴ്സലിസം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അതുമായിട്ട് ഒന്നുമില്ല. We preach our fathers. This is patristics. We stand on our liturgy. ദൈവസ്നേഹം ആ മരക്കുരിശിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കുന്ന അതാണ്. ക്രിസ്തു ആ മരക്കുരിശിൽ പ്രദർശിപ്പിച്ച ദൈവസ്നേഹം, മരിക്കുവാൻ തക്ക സ്നേഹത്തെ പ്രദർശിപ്പിച്ച ആ സ്നേഹം, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ആ സ്നേഹം, സ്വന്തം പുത്രനെ നൽകാൻ വിസമ്മതിക്കാതിരുന്ന ആ പിതാവ് എന്തെങ്കിലും നമ്മിൽ നിന്ന് അകറ്റിപ്പിടിക്കുമോ, മാറ്റി നിർത്തുമോ? ദൈവത്തിന്റെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകളില്ല, മുഖപക്ഷമില്ല. ദൈവത്തിന്റെ സുവിശേഷം ഗുഡ് ന്യൂസായി തന്നെ നമുക്ക് പ്രസംഗിക്കണം. ഈസാക്ക് പിതാവ് തുടർന്ന് എഴുതുന്നതാണ്, there exists a single even intention with respect to all rational beings, and there exists with him a single love and compassion which is spread out over all creation, a love which is without alteration, timeless and everlasting. ഏക സ്നേഹം, വ്യത്യാസം കൂടാതെ, ഭാവമാറ്റം കൂടാതെ, ഏറ്റക്കുറച്ചിലില്ലാതെ, അളവ് വ്യത്യാസമില്ലാതെ മുഴു സൃഷ്ടിയിലേക്കും വർഷിക്കപ്പെട്ടിരിക്കുന്നു. The divine love proceeds God's creation of the world and does not change in response to the actions of his creatures. God's love does not change in response to the actions of the creation. മനുഷ്യരുടെയോ മറ്റിതര ജീവജാലങ്ങളുടെയോ ഭാവമാറ്റം കൊണ്ട് ദൈവസ്നേഹത്തിന് ഭാവമാറ്റം വരുന്നില്ല. മനുഷ്യരുടെയോ മറ്റു ജീവജാലങ്ങളുടെയോ മനോഭാവം മാറുമ്പോൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങളുടെ പാപത്തിനോ നിങ്ങളുടെ വീഴ്ചകൾക്കോ നിങ്ങളുടെ കുറവുകൾക്കോ ദൈവസ്നേഹത്തിന്റെ ഭാവ തീവ്രതയെ ഘനീഭവിപ്പിക്കുവാനോ ക്ഷയിപ്പിക്കുവാനോ വ്യത്യാസപ്പെടുത്തുവാനോ ഭേദപ്പെടുത്തുവാനോ സാധിക്കുകയില്ല. നിങ്ങൾ ഒരു പാലുകൊണ്ടൊരു കുളമുണ്ടാക്കിയാൽ സൂര്യൻ അതേ നോക്കി പുഞ്ചിരിക്കും. നിങ്ങൾ വെള്ളം കൊണ്ട് ആ കുളം നിറച്ചാൽ അപ്പോഴും അതേ പുഞ്ചിരി കാണും. നിങ്ങൾ അവിടെ ചപ്പു ചവറുകൾ കൊണ്ടിട്ടാലും അതേ പുഞ്ചിരി കാണും. സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നു സകല സൃഷ്ടികളിലേക്കും,
അത് വൃത്തിയുള്ള ഇടത്തും വൃത്തിയില്ലാത്ത ഇടത്തും, ഏത് ഷേപ്പ്, കറുത്തിരിക്കുന്ന ഇടത്തും വെളുത്തിരിക്കുന്ന ഇടത്തും സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നു, ഇതാ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ബോധമില്ലാത്ത മനുഷ്യരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, കൂടുതൽ പ്രസാദിപ്പിക്കാൻ, ദൈവത്തിനൊരു പുഞ്ചിരി സമ്മാനിക്കാം എന്നൊക്കെ വിചാരിക്കുന്നത്. ഞാൻ വിശുദ്ധനാണ് എന്ന് വിചാരിച്ച് പെന്തക്കോസ്തിലെ പീക്കിരി പിള്ളേരെ എന്നെ ചീത്ത വിളിച്ചിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും, ദൈവം ചിരിക്കുന്നു എന്നൊക്കെയാണ്, കൂടുതൽ അവനെ കരുണയോടെ സ്നേഹത്തോടെ നോക്കി പുഞ്ചിരി തൂകുന്നു എന്നൊക്കെ അങ്ങ് പ്രതീക്ഷിക്കുകയാണ്. കൊള്ളാം, വെൽഡൻ. അത് നീയല്ല അധോലോക നേതാവിനെയും സേവിച്ചാൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സേവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പൊങ്ങൻ പണക്കാരനെ സേവിച്ചാൽ അവന് വേണ്ടി നീ ചീത്ത വിളിക്കുമ്പോൾ അവൻ നിന്നെ നോക്കി കടാക്ഷിക്കും, പുഞ്ചിരിക്കും. പക്ഷെ ദൈവത്തിന് മുഖപക്ഷമില്ല. അവൻ എന്താണ്? ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയനാകുന്നവനല്ല. സോ ഗോഡ് നെവർ ചേഞ്ചസ്. ഇതാണ് സുറിയാനി സഭയുടെ ഈ പിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. There exists a single even intention with respect to all rational beings, and there exists with him a single love and compassion which is spread out over all creation. That is a love which is without alteration, timeless and everlasting. The divine love proceeds God's creation of the world and does not change in response to the actions of his creation. It embraces the righteous and unrighteous. God has a single caring concern for those who have fallen just as much as for those who have not fallen. The omnibenevolent deity is so indiscriminate in his love. What then of his justice? അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ നീതിയൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. ഗ്ലോറിയസ് ഗോസ്പൽ ഈ ആഴ്ച നിങ്ങൾക്ക് ആ പുസ്തകം ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നു. ബുക്സ് വേണ്ടവര് ബിന്നിപ്പി ജോണിനെ കോൺടാക്ട് ചെയ്യുക, അദ്ദേഹം അതിന്റെ PDF അയച്ചു തരും. ദൈവത്തിന്റെ സ്നേഹം, ട്രൂ ചർച്ച്, നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഇപ്പൊ പെന്തക്കോസ്തുകാരുടെ ആവശ്യം എന്നാ? അവർ കയ്യോടെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ സ്കൂളിലെ പിള്ളേരെയൊക്കെ എന്തെങ്കിലും കുറ്റകൃത്യത്തിന് പിടിച്ചു കഴിഞ്ഞാൽ പറയും, സാറേ ഞാൻ മാത്രമല്ല ഇവനും ഉണ്ടായിരുന്നെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ഈ വൃത്തികെട്ട ഈ ദൈവത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് സുറിയാനിക്കാരനെ കൂട്ടുപിടിക്കണം. അതിനാണ് ഓർത്തഡോക്സുകാർ ഞങ്ങളുടെ കൂടെ ഉണ്ടേ എന്ന് പറയുന്നത്. ഓർത്തഡോക്സുകാർ ഇതൊക്കെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഓർത്തഡോക്സിലെ സൺഡേ സ്കൂളിൽ എങ്ങാണ്ട് എന്താണ്ട് എഴുതി ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. എത്ര ഉന്നതമായ, ആധുനികമായ, കാലികമായ, കാലാധിവർത്തിയായ ദൈവശാസ്ത്രവും ലോകവീക്ഷണവും പ്രപഞ്ച ദർശനവും സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ രചനകളിലുണ്ട്, നമ്മുടെ ലിറ്റർജിയിലുണ്ട്. ഇത് കാലാതീതമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ 2012 ഇത് പറഞ്ഞത്. ഇത് ഇന്നൊന്നുമില്ല, ഇപ്പൊ ഞാനുള്ള തെളിവ് കൊണ്ടുവന്ന് പെന്തക്കോസ്തുകാരെ പൊക്കിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ 2012 ഞാനിത് പറഞ്ഞതാണ്. ഇതാണ് ശരി, ഈ സുറിയാനി സഭയുടെ ഉപദേശമാണ് ശരി, ഇതാണ് കാലാതീതം. കാലാതീതം ഇതാണ്. കാലാതീതമായ എന്ന് പറഞ്ഞാൽ ക്ലാസിക്, കാലാതിവർത്തിയായിട്ടുള്ള ഒരു സുവിശേഷം, എല്ലാ മനുഷ്യർക്കും സന്തോഷം നൽകുന്ന സുവിശേഷം. ആ സുവിശേഷമാണ് നമ്മൾ പറയുന്നത്. അവിടെ എല്ലാ മനുഷ്യരും എന്ത് ചെയ്യുന്നു? എല്ലാ മനുഷ്യരും ദൈവസ്നേഹത്താൽ ആലിംഗനം ചെയ്യപ്പെടുന്നു. എല്ലാ മനുഷ്യരും ദൈവസ്നേഹത്താൽ ആലിംഗനം ചെയ്യപ്പെടുന്നു. Wahilodom Valyelda Somala Kelikor Morhon Nehra Saravo Kumbat Vorono Ture Devamuyarthu Mahatvattoda Daminayum Tan
മക്കളെയും ജീവിപ്പിച്ചു. ദൂതഗണം തൽപതിയെ വാഴ്ത്തി ഭൂമി വിളങ്ങി. ഭ്രമമൊടു കാവൽക്കാർ നിന്നു. ശമവോൻ കീപ്പായോഹന്നാനോടുമൊന്നിച്ചിനാൾ ആ കബറിടമതിലേക്കോടി. യാക്കോബാനന്ദിച്ചു, തോമാ തൃപ്തിപ്പെട്ടു, മത്തായി സ്തോത്രം പാടി. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ടോട്ടൽ റിസ്റ്റോറേഷന്റെ ഗ്യാരണ്ടി. കണ്ടാൽ ആളെന്ന് തിരിച്ചറിയാനാവാത്ത വിധം വിരൂപമാക്കപ്പെട്ട് കുരിശിക്കപ്പെട്ട് കല്ലറയിൽ വെച്ച് അടയ്ക്കപ്പെട്ടവൻ മൂന്നാം ദിവസം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മുദ്ര ഭേദിക്കാതെ ഉയർത്തെഴുന്നേറ്റു. അതാണ് സുറിയാനി സഭയുടെ വിശ്വാസം. നേരിട്ട് കണ്ടവർ എഴുതിയിരിക്കുന്നു. പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്നതിന് റോമൻ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് അവൻ എന്തൊരു ബോഷ്കാണ്. സഭ പറയുന്നു മുദ്ര പൊട്ടിക്കാതെ, മുദ്രയ്ക്കില്ല ഭംഗം, മുദ്രയ്ക്ക് ഭംഗമേതും വരാതെ അവൻ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റു. മിസ്റ്ററി ഗ്യാരണ്ടി കൊടുക്കുകയാണ്. റിസ്റ്റോർ ചെയ്യപ്പെടുന്നു. ടോട്ടൽ റിസ്റ്റോറേഷന്റെ നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഗ്യാരണ്ടിയിലാണ് നാം വിശ്വസിക്കുന്നത്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ അവൻ വഹിച്ചുകൊണ്ട് നിൽക്കും. ആ ദൈവസ്നേഹത്തിന്റെ പാരമ്യമാണ്. മുഖപക്ഷമില്ലാത്ത ദൈവസ്നേഹം, മാറ്റം വരാത്ത ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്താൽ നാം ആമഗ്നരായിരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞത് ആ പൂർണ്ണമായ പുനഃസ്ഥാപനത്തെ കുറിച്ചാണ്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. ദ പർപ്പസ് ഓഫ് ഗോഡ്, ടോട്ടൽ റിസ്റ്റോറേഷൻ. ഭാഗികമായിട്ട് ചില ആളുകളെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവം ഒരു കുട്ടി ദൈവമാവും. മനസ്സിലായോ? ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു കോണിൽ കുത്തിയിരിക്കുന്ന ദൈവം, മറിച്ച് നമ്മൾ പറയുന്ന പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ കുറിച്ച്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിന്റെ 1-ാം ഖണ്ഡിക പറയുന്ന ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവ്, മുഴുവത്തിനെയും കാണുന്ന ആ ദൈവത്തിന്റെ ഇന്റൻഷൻസിനെ കുറിച്ച്, ആ ദൈവത്തിന്റെ കരുതൽ, ആ ദൈവത്തിന്റെ സ്നേഹം, ഇതേക്കുറിച്ചാണ് പറയുന്നത്. മറ്റേത് മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ മനുഷ്യനെ പോലെയുള്ള വികാരങ്ങളും വിചാരങ്ങളും പ്രതികാര വാഞ്ചയും ഓർമ്മക്കുറവും ഒക്കെയുള്ള ഒരു ബലഹീനമായ ഒരു ദൈവസങ്കല്പം. നമ്മുടെ ദൈവസങ്കല്പം ഗ്ലോറിയസ് ഗോസ്പലിൽ പറയുന്നത് ദ പെർഫെക്റ്റ് ദൈവത്തിന്റെ കാര്യമാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണലാണ്, അൺമെറിറ്റഡ് ആണ്, മുഖപക്ഷമില്ലാത്തതാണ്, വ്യത്യാസം കൂടാത്തതാണ്. ആ സ്നേഹത്തിൽ അവൻ സകലവരെയും ഓൾ ഇൻക്ലൂസീവ് ആണ്, എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കും. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പ്രകോപിതനാകുന്നു, ദൈവത്തിന്റെ സ്നേഹം കുറയുന്നു, അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വെച്ച് സൂര്യന്റെ ഇത് നമ്മുടെ റൂമിൽ ഇവിടെ ഇപ്പം നമുക്ക് റൂമിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റിന്റെ ഇങ്ങനെ ഈ നോവ പിടിച്ചിട്ട് വെട്ടം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം, ഇല്ലേ? ഇന്ത്യയിൽ ഞാൻ കണ്ടു, ഇവിടുത്തെ എല്ലാ ലൈറ്റിലും ലൈറ്റിന്റെ തീവ്രത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ അതുപോലെ സൂര്യന്റെ വെട്ടം ഇങ്ങനെ നമുക്ക് ഇതിന് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ പറ്റത്തില്ല. സൂര്യൻ ഒരുപോലെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയാണ്. ആ ദൈവസ്നേഹത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ഈ ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ യേശു കർത്താവിന്റെ കല്ലെറിയാൻ കൊണ്ടുവന്ന ആ സ്ത്രീയെ കർത്താവ് എന്ത് ചെയ്യാണ്? അവളെ വെറുതെ വിടുകയാണ്. കർത്താവ് ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവരാരുണ്ട്? ആരുമില്ല അവിടെ. എല്ലാവരും കല്ലൊക്കെ താഴെ ഇട്ടിട്ട് പോയി. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ നിന്നിട്ട് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ ആകും അക്നോളജ് ചെയ്യുകയാണ്.
പൗലുസ്ലിഹായുടെ അക്നോളജ്മെന്റ് ഉണ്ട്. എന്താണത്? ഐ ആം ദ ചീഫ് അമംഗ് ഓൾ ദോസ് സിന്നേഴ്സ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ഏവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനമാണ്. പക്ഷേ ആ പാപികളിൽ ഞാനാണ് ഒന്നാമൻ. അപ്പൊ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പാപികളെയും എടുത്തു വെച്ചാൽ ഞാനാണ് ലീസ്റ്റ്, ഞാനാണ് വേസ്റ്റ്. ആരാ പറയുന്നത്? പൗലുസ്ലിഹ പറയുക. പൗലുസ്ലിഹ റിസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മുഴുവൻ മനുഷ്യവർഗവും റിസ്റ്റോർ ചെയ്യപ്പെടണം. അതിനാണ് ഏറ്റവും താഴെ കൊണ്ട് തന്നെ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. ഗ്യാരണ്ടി ചെയ്യുകയാണ്. അതിനാണ് സ്വർഗത്തിന്റെ മഹിമ വിട്ട്, പിതാവിനോടുള്ള സമത്വം വിട്ട്, ദൂതന്മാരുടെ ആരാധന വിട്ട് പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നത്. യേശു മനുഷ്യനായിരുന്നു, കേവലം മനുഷ്യനായിരുന്നൊക്കെ ആർഗ്യ ചെയ്യുന്ന ആളുകളെ ഇന്നലെ ക്ലബ്ബോസ് അതിനുവേണ്ടി വരുന്നായിരുന്നു. പുത്രൻ തമ്പുരാന്റെ ദാസരൂപത്തെയാണ് നമ്മൾ കണ്ടത്. ആ ദാസരൂപത്തെ അഡ്രസ് ചെയ്തിട്ടാണ് പല ബൈബിൾ വാക്യങ്ങളും ഉള്ളത്. ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് പഠിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും. ഇപ്പൊ നമ്മുടെ വിഷയം ക്രിസ്ത്യോളജി പറയുന്നല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പൊ യേശുക്രിസ്തു പാപികളോട് ഐഡന്റിഫൈ ചെയ്തു. അവൻ പാപികളുടെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടു. അല്ലെ പരീശന്മാരുടെ കൂട്ടുകാരനായിട്ട് നിൽക്കാതെ. പരീശന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ദൈവം ഏകനാണ് എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു. സ്വരാഷ്ട്ര മതത്തിന്റെ സ്വാധീനത്തിൽ പാർസി മതമുണ്ട്. പാർസി മതത്തിന്റെ സ്വാധീനത്തിൽ പെട്ട് അതിവിശുദ്ധി കാത്തു സൂക്ഷിച്ച്, അതാണ് പാർസി മതത്തിന്റെ ആ പാർസിയിൽ നിന്നാണ് ഈ പരീശൻ എന്നുള്ള വാക്കൊക്കെ ഉണ്ടായി കിട്ടുമായിരുന്നു. ഈ പാർസി മതവുമായിട്ട് യഹൂദിന് കണക്ഷൻ വരുന്നത് പാർസി രാജാവായ കോരസ് ബാബിലോൺ മോചിപ്പിക്കുമ്പോഴാണ്. കോരസിന്റെ ദാക്ഷിണ്യത്തിലും കൃപാകടാക്ഷത്തിലുമാണല്ലോ യഹൂദൻ തിരിച്ച് യെരുശലേമിൽ വരുന്നത്. ബാബേലിൽ കടന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്ന യഹൂദിനെ വീട്ടിൽ പൊക്കോടാന്ന് പറഞ്ഞ് വിട്ടത്. അപ്പൊ ആ പാർസി രാജാവിനോടുള്ള ഭക്തി കൊണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിങ്ങൾ പരീശന്മാരെ കാണാത്തത്. പഴയ നിയമത്തിൽ പരീശന്മാരില്ല, പിന്നെ പെട്ടെന്നാണ് ഈ പരീശന്മാരൊക്കെ വരുന്നത്. അത് ഇന്റർ ടെസ്റ്റ്മെന്റ് പീരീഡിൽ രൂപപ്പെട്ടതാണ്. സെക്റ്റാണ്, ജൂവിഷ് ഒരു വിഭാഗമാണ്. അത് നമ്മൾ മറ്റൊരു ദിവസം പറയാം, ഈ പരീശന്മാര് വരുന്ന വഴി. അപ്പൊ പരീശത്വം വന്ന എങ്ങനെയാണെന്നും ഇത് സ്വരാഷ്ട്ര മതം എങ്ങനെയാണ് യഹൂദന്റേതായെന്നും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബോധം വരും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഈ പാപികളോട് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അത് പൗലുസ്ലിഹ ആകട്ടെ, യേശു കർത്താവാകട്ടെ, ചുങ്കക്കാരുടെയും പാപികളുടെയും വേശ്യകളുടെയും ഒക്കെ സ്നേഹിതനെന്ന് അവൻ വിളിക്കപ്പെട്ടു. അവൻ അതിൽ ലജ്ജിച്ചില്ല. കാരണം അവൻ തേടി വന്നത് ലോസ്റ്റ് ആയിട്ടുള്ള സിന്നേഴ്സ്, ലീസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ, വേസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. പൗലുസ്ലിഹ ഐഡന്റിഫൈ ആണ്, ഐ ആം ദ ഫസ്റ്റ് എമംഗ് ഓൾ ദോസ് സിന്നേഴ്സ്. ആ സിന്നേഴ്സിനിടയിൽ ഞാനാണ് ഫസ്റ്റ്. സകല വിശുദ്ധന്മാരിൽ ഞാനാണ് ലീസ്റ്റ്. സകല ലോകത്തിലും ഞാനാണ് വേസ്റ്റ്. പൗലുസ്ലിഹ എഴുതിയിരിക്കുന്നത് സർവ്വ ലോകത്തിന്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. അദ്ദേഹം എഴുതുന്നു അത് വേസ്റ്റ് ആണ്. ഫസ്റ്റ് എമംഗ് സിന്നേഴ്സ് ആണ്, ലീസ്റ്റ് എമംഗ് സെയിൻസ് ആണ്, വേസ്റ്റ് ഓഫ് ഓൾ ദ വേൾഡ് ആണ്. ഐഡന്റിഫൈ ആണ്. അപ്പൊ ആ ഒരു മനോഭാവത്തിൽ, പൗലുസ്ലിഹയുടെ മനോഭാവത്തിലാണ് വിശുദ്ധ കുർബാനയിൽ, ലിറ്റർജിയിൽ നമ്മുടെ കുർബാന അർപ്പിക്കുന്ന ആ വൈദികർക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആത്മാർത്ഥം ലിറ്റർജിയിൽ ഉള്ളത് കൊണ്ട് റിസൈറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതല്ല പറഞ്ഞു. അത് ഉൾക്കൊള്ളുമ്പോ എന്ന് പറഞ്ഞാൽ ഈ ഇടവകയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഞാനാണ്. അപ്പൊ വൈദികൻ പോകുന്നുണ്ടെങ്കിൽ ഇടവക മൊത്തം ഉയർത്തപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അവിടെ ഞാനോ ബലഹീനും പാപിയുമാകും ദാസൻ. അല്ലാതെ പാപം ചെയ്തുകൊണ്ടല്ല ഇത് പറയുന്നത്. ആ മനോഭാവമാണ്. അപ്പൊ യേശു ചോദിക്കുകയാണ്. ഇതേക്കുറിച്ച് പൗലുസ്ലിഹ എഴുതുന്നുണ്ട്. തിമോത്തിക്ക് എഴുതുമ്പം പൗലുസ്ലിഹ പറയാണ്, ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് വെളിപ്പെട്ടു എന്നേ ഉള്ളൂ, ചിലരുടേത് മറ്റുള്ളവരുടേത് എങ്ങനെ ക്രമേണ വെളിപ്പെട്ടോളും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് രണ്ടു തരം ആളുകളുള്ളൂ, പിടിക്കപ്പെട്ട പാപികളും പിടിക്കപ്പെടാത്ത പാപികളും. അല്ലാതെ പുണ്യവാന്മാരില്ല എന്ന്. നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻ ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. ഇതെന്ന് നീ മനസ്സിലാക്കുന്നോ അവിടെ നിന്റെ സ്പിരിച്വൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ദ എപ്പിറ്റോം ഓഫ് സ്പിരിച്വാലിറ്റി, ദാറ്റ് ഈസ് എ ബിഗിനിങ്, എൻട്രൻസ്, എ ഗേറ്റ് വേ ടു ദ സ്പിരിച്വാലിറ്റി. അൻറ്റിൽ ദെൻ നീ എന്ത് ചെയ്യാണ്? യു ആർ എക്സ്പ്ലോറിങ് റിലീജിയോസിറ്റി, മതത്തിലാണ്. അപ്പൊ മതത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മതാത്മകതയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? വിഹരിക്കുകയാണ്. അപ്പൊ മതാത്മകതയിലൂടെയുള്ള നമ്മുടെ പ്രയാണം ഒരു പരിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ എവിടെ എത്തുകയാണ്? എൻട്രൻസ് ഗേറ്റ് ചെല്ലുകയാണ്. സ്പിരിച്വാലിറ്റിയുടെ എൻട്രൻസ് ഗേറ്റ്. ഈ സ്പിരിച്വാലിറ്റിയുടെ, ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയുടെ എൻട്രൻസ് ഗേറ്റ് എന്താണെന്നറിയോ? അക്നോളജിങ് യുവർ സെൽഫ് ആസ് എ സിന്നർ.
നീ പാപിയാണെന്ന് തിരിച്ചറിയാം. There is no goodness in me. ഒരു നന്മയും എന്നിലില്ല. അന്നിൽ നമുക്ക് തോന്നും, നമ്മൾ മതാത്മകതയിലൂടെ പോകുമ്പോൾ നമ്മൾ വിശുദ്ധനാണ്, പുണ്യവാൻ. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ മതത്തിലായിരുന്നു. ഞാൻ മതത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ പെന്തെക്കോസ്ത്, ഞാൻ പ്രസംഗം, എന്റെ പഴയ പ്രസംഗം ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ കേട്ടാ മതി. നീ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധനാണെന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, ഞാനൊരു വിശുദ്ധനാണ്. എന്നെ കഴിഞ്ഞ ആരുമില്ല, ഇവരെല്ലാം പാപികളാണ്, കാരണം അവർ വിഗ്രഹാരാധികളാണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ല, അതുപോലെ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ല, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, അന്യഭാഷ പറഞ്ഞിട്ടില്ല, പ്രവചനം കേട്ടിട്ടില്ല, പ്രവചിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് സ്പിരിച്വാലിറ്റി. പുച്ഛമാണ്. യാക്കോക്കാരെയോ ഓർത്തഡോക്സുകാരെയോ മാർത്തോമക്കാരെയോ കത്തോലിക്കനെയൊക്കെ കാണുമ്പോൾ ഉള്ളിൽ പുച്ഛമാണ്. ഹിന്ദുക്കളൊക്കെ പിശാചാണെന്ന് വിചാരിക്കുന്നു. മുസ്ലിങ്ങൾ പറഞ്ഞാൽ കൊടും ചെകുത്താൻ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. ഈ സമാന ചിന്ത വെച്ച് വരുത്തുന്ന പെന്തക്കോസ്ത് സഹോദരങ്ങൾക്ക് മാറ്റം വരാൻ. ഓർത്തഡോക്സിലും ഉണ്ട്, മാർത്തോമയിലും ഉണ്ട് ചില കൂട്ടായ്മക്കാർ വിശുദ്ധരാണെന്ന് പറഞ്ഞു. നോ ഡിഫറൻസ്. എന്നിത് മനസ്സിലാക്കുന്നോ അന്ന് നിന്റെ ആത്മീക പ്രയാണം ആരംഭിക്കും. അന്ന് മാത്രമേ നീ എന്താണ് ആ എൻട്രൻസ് ഗേറ്റ് പാസ് ചെയ്തു സ്പിരിച്വാലിറ്റിയിലേക്ക്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരാരിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ചൊല്ലുന്നതിന്റെ ആഴവും അർത്ഥവും അതിന്റെ അന്തസത്തയും ഉൾക്കൊണ്ടാണ് ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ബ്ലസ്സഡ് പേഴ്സണാണ്. ഞാനോ ബലഹീനന് പാപിയുമാകും ദാസ്. I am not better than anyone. I am not better than anyone. That's understand. ഞാൻ ഒരു മനുഷ്യനേക്കാളും നല്ലവനല്ല. I am not better than anyone. ആ അണ്ടർസ്റ്റാൻഡിങ് എത്തുമോ? നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി അയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നു, സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവന്യേ. അപ്പൊ നിന്നെ വിളിക്കാതെ മൗനം മൃതി ഞാൻ പോകും, നീക്കുക എൻ പാപം. സർവ കടങ്ങളും എടുത്തങ്ങ് വാരി വലിച്ചിട്ട് അക്കൗണ്ട് നോക്കിയാൽ ഒരു മനുഷ്യനും നിലനിൽക്കാൻ കഴിയുകയില്ല. നല്ലൊരു ഓഡിറ്റ് നടത്തിയാൽ എല്ലാവരും കുടുങ്ങുമെന്നാണ് അർത്ഥം. ഒരു ഓഡിറ്റ് നടത്തിയാൽ എല്ലാവരും കുടുങ്ങും. ഒരാളുടെയും അക്കൗണ്ട് ബുക്ക് പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് അണ്ടർസ്റ്റാൻഡിങ്. നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരിക. അവിടെയാണ് സ്പിരിച്വൽ ലൈഫ് ആരംഭിക്കുന്നത്. ആത്മീയ ജീവിതം ആരംഭിക്കുന്ന അവിടെയാണ്. ദാറ്റ് ഈസ് നോട്ട് ദ എപ്പിറ്റോം ഓഫ് സ്പിരിച്വാലിറ്റി. ദാറ്റ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. എൻട്രൻസ് ഗേറ്റ് ആണ്. മറ്റുള്ളവനെ വിധിക്കുക, കുറ്റം പറയാം, അവന് ആത്മീയ ഇല്ല, അവനെ ദൈവം തള്ളുന്നോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഗുഡ് ന്യൂസിനെ ഗുഡ് ന്യൂസ് ആയിട്ട് അവതരിപ്പിക്കും. അപ്പൊ ദൈവത്തിനെ നിന്റെ പെർഫോമൻസ് കൊണ്ട് പ്രസാദിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് മതമാണ്, പ്രത്യേകിച്ച് ഗോത്രമതമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? നോ വൺ ക്യാൻ എവർ പ്ലീസ് ഗോഡ്. ഓൺലി ദ സൺ ഓഫ് ഗോഡ് പ്ലീസ് ഗോഡ്. പുത്രൻ തമ്പുരാനാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ളത്. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പെർഫെക്റ്റ് ഒബീഡിയൻസ്. അതുകൊണ്ടാണ് അവനിൽ നമ്മെ തിരഞ്ഞെടുത്തത്.
We all are chosen in him. When did he choose us? Even before the foundations of the earth was laid. അല്ലേ? ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ആ മഹാസ്നേഹം ലോകസ്ഥാപനത്തിന് മുമ്പുണ്ടായ ആ സ്നേഹം, അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്നേഹം ഉണ്ടായത്? നമ്മുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണോ? നമ്മുടെ ഡ്രമ്മഡിയുടെ അടിസ്ഥാനത്തിലാണോ? നമ്മുടെ നീതി പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണോ? നോ. ലോകസ്ഥാപനത്തിന് മുമ്പ് ഇറ്റ്സ് ഓൾ ഹാപ്പൻ. വി ഓൾ ആർ ചോസൺ ഇൻ ക്രൈസ്റ്റ്. കാരണം ക്രിസ്തു ആണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഈ റോങ് ഗോസ്പലിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള ഒരു നിയോഗമാണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം. മതം ആണ് ഇവിടെ എല്ലാവരും പ്രസംഗിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ മതത്തിന്റെ മുന്നേറ്റത്തെ സ്റ്റോപ്പ് ചെയ്യാം. ട്രൂ സ്പിരിച്വാലിറ്റിയെ പ്രീച്ച് ചെയ്യും. യഥാർത്ഥ ആത്മീയത. യഥാർത്ഥ ആത്മീയത എന്താണ്? ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്നു, ദൈവം എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു, ദൈവം എല്ലാവരെയും ഒരുപോലെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. മുഴുവൻ മനുഷ്യ മതത്തിന്റെ അടിസ്ഥാനത്തിലോ തൊലിയുടെ അടിസ്ഥാനത്തിലോ വേഷത്തിന്റെ അടിസ്ഥാനത്തിലോ ഭാഷയുടെ അടിസ്ഥാനത്തിലോ ജാതിയുടെയോ കുലത്തിന്റെയോ തൊഴിലിന്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ ദൈവം യാതൊരു വ്യത്യാസവും കാണിക്കുന്നില്ല. ദൈവസ്നേഹം സൂര്യനെ പോലെയാണ്. ആ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ അത് കറുത്തവന്റെ മേലും വെളുത്തവന്റെ മേലും ധനികന്റെ മേലും ദരിദ്രന്റെ മേലും ബർബറിന്റെ മേലും ജ്ഞാനിയുടെ മേലും ദാസന്റെ മേലും ശകന്റെ മേലും എല്ലാവരുടെ മേലും ഒരുപോലെ വരുന്ന ആ ദൈവിക സൂര്യപ്രകാശമാണ് രക്ഷ, കൃപ. ആ ദൈവിക സൂര്യപ്രകാശമാണ് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ദൈവിക സൂര്യനുദിച്ചെന്ന തിരുവയലാമേ അല്ലെ? അമ്പരമാം സ്വസ്തി. ജീവമരത്തെ മുളപ്പിച്ച തിരുവയല്, ദൈവിക സൂര്യൻ ഉദിച്ച അമ്പരം. അപ്പം ദൈവിക സൂര്യൻ, അപ്പൊ അതാണ് ക്രിസ്തുവിനെ കുറിച്ച്. ആ സൂര്യനാണ് ഉദിച്ചിരിക്കുന്നത്. പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്. സോ നമ്മുടെ ഉപദേശം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. നമുക്കത് ബിബ്ലിക്കലി ഫൗണ്ടഡ് ആണ്. അത് പാട്രിസ്റ്റിക്കലി കൺഫേംഡ് ആണ്. സോ ഞങ്ങളുടെ ഓഫർ വീണ്ടും ഞങ്ങൾ വെക്കുകയാണ്. ക്ലബ് ഹൗസിൽ ഭിന്നിപ്പിച്ചാണ് ആ ഓഫർ വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 8.5 ലക്ഷം രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 8.5 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. എന്തിനാണ്? പെന്തക്കോസ്തുകാരുടെ ഉപദേശം പ്രകാരം അവരുടെ ദൈവം ആരാണെന്ന് തെളിയിച്ചാൽ മതി. വേറെ വളരെ സിമ്പിളാണ്. പെന്തക്കോസ്തുകാർ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് പ്രൂവ് ഹൂ ഈസ് യുവർ ഗോഡ്. ദാറ്റ്സ് ഇറ്റ്. എത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രം പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you. Thank you.